ഏവർക്കും നമസ്കാരം. റിപ്പോർട്ടർ മേക്കിംഗ് കേരളയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു ടാൽ ഗ്രൂപ്പിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും കോ ഫൗണ്ടറുമായ മിസ്റ്റർ സഫീർ നജ്മുദ്ദീൻ, ഒപ്പം ലൈഫോളജിയുടെ ചീഫ് ഇന്നൊവേഷൻ ഓഫീസർ ശ്രീ രാഹുൽ ഈശ്വർ. രാഹുൽ സർ, കേരളത്തിന്റെ ഒരു വിദ്യാഭ്യാസ ചരിത്രം എടുത്ത് നോക്കുമ്പോഴത്തേക്കും വിദ്യാഭ്യാസത്തിന് പോലും നേടാനുള്ള അവകാശം പോലും ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. പിന്നീട് എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന രീതിയിൽ കേരളത്തിനൊരു വലിയ പരിവർത്തനം തന്നെ വന്നു. അതൊരു സാമൂഹിക വശം. ശരിക്കും അക്കാലത്ത് വിദ്യാഭ്യാസം നേടുന്നതിനുള്ളൊരു ലക്ഷ്യം എന്തായിരുന്നു? എന്ത് തരത്തിലുള്ള വിദ്യാഭ്യാസം അന്ന് എല്ലാവർക്കും കിട്ടിയിരുന്നത്? ഡാന ചോദിച്ചത് ശരിക്കും അതൊരു കോണ്ടെക്ച്വലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കേരളത്തിൻ്റെ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും എഡ്യൂക്കേഷൻ മൂവ്മെൻറ്റ്സ് വന്ന സ്ഥലങ്ങളിൽ ഒന്ന് കേരളമാണ്. കേരളവും ബംഗാളും ആയിരുന്നു അന്ന് ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിന്നത്. കേരളത്തിൽ തന്നെ നമ്മൾ പലപ്പോഴും നമ്മുടെ പൊതു ഡിസ്കോഴ്സിൽ പറയാത്ത അധികം ശ്രദ്ധിക്കപ്പെടാത്ത ഒരു പേരാണ് ചാവര പിതാവിൻ്റെ, അല്ലെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണ്. ഒരുപക്ഷെ കേട്ട് കാണും പള്ളിക്കൊപ്പം പള്ളിക്കൂടം, ഇങ്ങനെ ഒരു പ്രയോഗം, പള്ളിക്കൂടം എന്ന പ്രയോഗം തന്നെ വരുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഈ എഡ്യൂക്കേഷന് വേണ്ടി ചാവര പിതാവാകട്ടെ, ശ്രീനാരായണ ഗുരുദേവനാകട്ടെ, അദ്ദേഹം വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടിശക്തരാകുക, അപ്പോൾ ഇത്തരം ഒരുപാട് മെസ്സേജിൽ നിന്ന് നമ്മുടെ വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് ഈ എഡ്യൂക്കേഷൻ ആക്സസ് ഇല്ലായിരുന്നു. അതായത് പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ പഠിക്കാൻ പോകാൻ പറ്റിയിട്ടില്ല. ജാതീയത കാരണമായിരിക്കാം, സാമുദായിക പ്രശ്നങ്ങൾ കാരണമായിരിക്കാം, സമ്പത്ത് കാരണമായിരിക്കാം. അപ്പം ഇവരെ എഡ്യൂക്കേഷനിലൂടെ എംപവർ ചെയ്യണം. അക്ഷരം പഠിക്കണം, വായിക്കാൻ പഠിക്കണം, എഴുതാൻ പഠിക്കണം, സംസാരിക്കാൻ പഠിക്കണം. അതായത് ഒരു മീനിയൽ എക്സിസ്റ്റൻസിനപ്പുറം എഡ്യൂക്കേറ്റഡ് എക്സിസ്റ്റൻസ് എന്നുള്ളൊരു ആശയത്തിലേക്ക് വന്നത് നല്ലതാണ്. നമ്മുടെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇടത് വലത് ഭേദമന്യേ ഈ എഡ്യൂക്കേഷൻ മൂവ്മെൻറ്റ്സിനെ അതിനുശേഷം ഒരു കഴിഞ്ഞ സെഞ്ചുറിയിൽ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അപ്പം കേരളത്തിൻ്റെ ശരിക്കുമുള്ളൊരു ഹിസ്റ്ററി ഓഫ് എഡ്യൂക്കേഷണൽ ഗ്രോത്താണ്. ആ എഡ്യൂക്കേഷണൽ ഗ്രോത്തിന്റെ സബ്സിക്വന്റ് ആയിട്ട് അതിന് നമുക്ക് ബ്രിട്ടീഷുകാർ നമ്മളെ സഹായിച്ചു. അതും സത്യസന്ധമായി നമ്മൾ പറയണം. മിഷണറി എഡ്യൂക്കേഷൻ, ബ്രിട്ടീഷുകാർക്ക് വേറെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മുടെ എഡ്യൂക്കേഷൻ്റെ വലിയൊരു ശക്തമായ അടിത്തറവാകി. തിരുവിതാംകൂറിലൊക്കെ ആണെങ്കിൽ തിരുവിതാംകൂർ മഹാരാജാക്കന്മാർ എഡ്യൂക്കേഷൻ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തു. ഇന്ന് പോലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ മടി കാണിക്കാറുണ്ട് പലരും. അപ്പം അന്നത്തെ കാലത്ത് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് ചിന്തിക്കുന്നതിനപ്പുറം റവല്യൂഷണറി ആയ ഒരു തീരുമാനമാണ്. മഹാത്മാ അയ്യങ്കാളിയെ പോലുള്ളവർ അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ നിന്നൊരു കുട്ടിയെ പഠിക്കാൻ കൊണ്ടുപോകുമ്പോൾ ഒരുപാട് പേര് അതിനെ എതിർക്കുകയാണ്. നമുക്ക് ഇന്ന് 2024 ഇരുന്ന് ചിന്തിച്ചാൽ വിശ്വസിക്കാമല്ലോ, ഒരാളെ സ്കൂളിൽ ചേർക്കാൻ പോകുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്ന് നമ്മൾ ഇന്ന് കരുതും. പക്ഷേ അവരങ്ങനെ വലിയൊരു ഫൈറ്റിൻ്റെ ഭാഗമായിട്ടാണ് നാഷണൽ ലെവലിൽ ബാബാ സാഹേബ് അംബേദ്കർ അടക്കമുള്ളവർ, ഗാന്ധിജിയോ വിവേകാനന്ദനോടക്കമുള്ളവർ. അപ്പം കേരളത്തിൻ്റെ ഹിസ്റ്ററി, കേരളം ഇന്ന് ലോക നിലവാരത്തിൽ എത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ എല്ലാവർക്കും യോജിപ്പ് കാണും. കേരളത്തിന് ചില ഡ്രോബാക്സോ ഏരിയാസ് ഓഫ് ഇംപ്രൂവ്മെൻറ്റോ കാണാം. പക്ഷെ കേരളം ഇന്ന് ലോക നിലവാരത്തിൽ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളോട് കിടപിടിക്കുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങളിൽ മുന്നേറിയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞൊരു 150 ഇയേഴ്സിൽ നമ്മുടെ റിഫോമേഴ്സ് ഒരുപാട് ബുദ്ധിമുട്ട് നേടിയ കാശ് നമ്മുടെ പല തലമുറകൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് സമ്പാദിച്ചാണ് നേടിയത്. അതുകൊണ്ട് കേരളത്തിൻ്റെ ഹിസ്റ്ററി ഈ വിദ്യാഭ്യാസ ചരിത്രം കൂടിയാണ്. ആ വിദ്യ അഭ്യസിക്കാനുള്ള അവകാശം, റൈറ്റ് ആൻഡ് ഫൈറ്റ്, എന്നിട്ട് അതിൻ്റെ മേലുള്ളൊരു ഗ്രോത്ത് കൂടിയാണെന്ന കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ആർക്കും തർക്കം ഉണ്ടാവില്ല. രാഹുൽ സാർ ഇത്രയും പറഞ്ഞു കേൾക്കുമ്പോഴത്തേക്കും ശരിക്കും കേരളത്തിൻ്റെ ഒരു വിദ്യാഭ്യാസ ചരിത്രത്തിൽ ഓർക്കുമ്പോഴത്തേക്കും ശരിക്കും അഭിമാനം തോന്നുന്നുണ്ട്, എടുത്തു പറയണം. അപ്പോൾ ഒരു കാലഘട്ടത്തിന് ശേഷം കേരളത്തിൽ സൗജന്യ വിദ്യാഭ്യാസം കൊടുത്തു തുടങ്ങി, അല്ലെങ്കിൽ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുന്ന സംസ്ഥാനങ്ങളൊന്നായി നമ്മുടെ കേരളം മാറി. പക്ഷേ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം എടുത്ത് നോക്കുമ്പോൾ ഒരു സ്റ്റേറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസം നേടുക എന്നതിലുപരി ലോകം ആവശ്യപ്പെടുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസം നേടിയെടുക്കാൻ അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്ന രീതിയിൽ ലോകം മാറി. അപ്പോൾ ശരിക്കും സഫീർ സാർ, എന്താണ് ലോകം ഇപ്പോൾ ആവശ്യപ്പെടുന്ന വിദ്യാഭ്യാസം, അല്ലെങ്കിൽ ആ രീതി എന്താണ്? നമ്മളിപ്പോൾ പറയും ഒരുപാട് ആശയങ്ങൾ പറയും. എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് നമ്മൾ ഒരുപാട് അഡ്വാൻറ്റേജ് പറയുന്നുണ്ട്. എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ പർപ്പസ് എന്താണ് എന്നുള്ളതിലാണ് പലപ്പോഴും ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. നമുക്കറിയാം കേരളത്തിൻ്റെ ഇപ്പോൾ നമ്മൾ എഡ്യൂക്കേഷൻ നമ്പർ 1 ആണെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. പക്ഷേ എഡ്യൂക്കേഷനിലേക്ക് വരുമ്പോൾ ഒരു കുട്ടി പഠിച്ചു തുടങ്ങി, അപ്പോൾ ആ കുട്ടി വളരെ KG മുതലേ പഠിച്ചു തുടങ്ങുന്നു, ആ കുട്ടി PG എത്തുന്നു. ഈ PG എത്തിയതിന് ശേഷം ഉണ്ടാകുന്ന കൺഫ്യൂഷനിലാണ് നമ്മളൊരു ഇംപ്രൊവൈസേഷൻ വേണമെന്ന് പറയുന്നത്. ഒരു കുട്ടി PG കഴിഞ്ഞു, ആ കുട്ടിയോട് നമ്മൾ ചോദിക്കാം, ഡിഗ്രി കഴിഞ്ഞ് PG കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്ന ചോദ്യം, സമൂഹം ചോദിക്കുന്ന ചോദ്യം ജോബായില്ലേ എന്നുള്ള ചോദ്യം. അപ്പോൾ ഈ ചോദ്യത്തിന്റെ മുന്നിലാണ് ശരിക്കും കുട്ടി പകച്ചു പോകണം. അവിടെ വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എഡ്യൂക്കേഷൻ എന്നുള്ളത് ജോബിന് വേണ്ടിയിട്ടുള്ള സംവിധാനം അല്ല. എഡ്യൂക്കേഷൻ ഒരു വിസ്ഡമാണ്. പക്ഷേ എഡ്യൂക്കേഷനിൽ ഒരു പേർപ്പസ് എന്താണ്? ഈ കുട്ടിയുടെ ലൈഫിലേക്ക് ആ കുട്ടിക്ക് പോകാൻ എന്ത് ചെയ്യണം, വഴികാട്ടിയിരിക്കണം എന്നുള്ളതാണ്. ലോകം മുഴുവൻ ആ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ആ കുട്ടി പഠിക്കണം, സ്വയമേ പഠിക്കണം, അതിനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കണം. പക്ഷെ നമുക്ക് നേരിടുന്ന ഒരു വെല്ലുവിളി എന്തെന്ന് ചോദിച്ചാൽ, ഗ്രാജുവേഷൻ കഴിയുമ്പം ജോബ് ആയില്ലേ എന്നുള്ള ചോദ്യത്തിന് മുന്നിൽ കുട്ടി പകയ്ക്കുക. കാരണം കുട്ടി തിരിച്ചു ചോദിച്ചാൽ നമ്മൾ 10ാം ക്ലാസ്സിൽ ഒരു ജോബിനും പഠിപ്പിച്ചിട്ടില്ല,
+2 നമ്മളൊരു ജോബിനും പഠിപ്പിച്ചിട്ടില്ല, ഡിഗ്രിക്ക് നമ്മളൊരു ജോബിനും പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ആ കുട്ടിക്ക് ഡിഗ്രി കഴിഞ്ഞാൽ ജോബ് കിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. കാര്യം ഈ കുട്ടിക്ക് അതിനുള്ള സ്കിൽസ് ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ഇൻഡസ്ട്രിയും അക്കാഡമിക്കും തമ്മിലൊരു ഭയങ്കരമായ ഒരു ഗ്യാപ്പ് വന്നതാണ് റീസൺ. അപ്പം പഴയ കാലഘട്ടങ്ങളിൽ എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടാക്കപ്പെട്ടതിന് ഒരു പർപ്പസ് ഉണ്ടായിരുന്നു. ബഹുഭൂരിപക്ഷം ക്ലറിക്കൽ ജോബിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ട സിസ്റ്റമാണ്. അന്ന് ഫാക്ടറികളിലും കോറികളിലൊക്കെ ജോബ് ചെയ്യുന്നവരുടെ കണക്കും കാര്യങ്ങളും എഴുതാൻ ആളുകൾ വേണം. അതിനുവേണ്ടി ഉണ്ടാക്കപ്പെട്ട ഒരു സിസ്റ്റം അന്നത്തെ ഏറ്റവും സൂപ്പർബ് സിസ്റ്റം ആയിരുന്നു. പക്ഷെ കാലഘട്ടം മാറുമ്പോൾ ഇൻഡസ്ട്രിയൽ റെവല്യൂഷന്റെ 4ാമത്തെ കാലഘട്ടത്തിലാണ് നമ്മൾ. മെഷീൻ കണ്ടുപിടിച്ച കാലഘട്ടം കഴിഞ്ഞു, ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ച കാലഘട്ടം കഴിഞ്ഞു, കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച കാലഘട്ടം കഴിഞ്ഞു, AI-യുടെ 4ാമത്തെ കാലഘട്ടത്തിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മുടെ ചോദ്യം ഇതായിരിക്കണം, ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിക്ക് നമുക്കും അപ്ഗ്രേഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ അമ്മാതിരി മാറ്റങ്ങളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. അതിനനുസരിച്ച് ഓപ്പർച്യൂണിറ്റിയും വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മുടെ സ്റ്റേറ്റ് സിലബസിൽ ഒരു കുട്ടി പഠിച്ചിറങ്ങുന്ന കുട്ടിക്ക് ഈ മാറ്റങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നൊരു ചോദ്യം നമ്മൾ ചോദിക്കണം. ഇപ്പൊ 193 രാജ്യങ്ങൾ വേൾഡിൽ UN അപ്രൂവ്ഡ് കൺട്രീസ്. ഈ 193 രാജ്യങ്ങളിലെ മാറ്റങ്ങൾ, ഇവിടുത്തെ ഓപ്പർച്യൂണിറ്റീസ്, അതാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മളിപ്പോൾ നമ്മളിപ്പോൾ കേരളത്തിൽ, ഇന്ത്യ എന്നുള്ള മഹാരാജ്യത്ത്, കേരളം എന്നൊരു സ്റ്റേറ്റിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഇവിടുത്തെ കാര്യങ്ങൾ മാത്രം ചരിത്രം അറിയുക എന്നതിനപ്പുറത്തേക്ക് എൻ്റെ ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ കുട്ടിക്ക് അറിയാൻ കഴിയണം. എൻ്റെ ആപ്റ്റിറ്റ്യൂഡിനനുസരിച്ച്, എൻ്റെ കഴിവിനനുസരിച്ചിട്ട് ഞാൻ എങ്ങോട്ടേക്കാണ് പോകേണ്ടത്, എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ള സംവിധാനം. അവിടെ നമ്മൾ പറയുന്ന ഒരു കുട്ടിയെ നമ്മളൊരു സ്റ്റേറ്റിന്റെ പൗരനാക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരു ലോകത്തിന്റെ പൗരനാക്കുക എന്നുള്ള ലെവലിലേക്ക് നമ്മൾ ചിന്തിച്ചു തുടങ്ങുകയാണെങ്കിൽ സിലബസിൽ കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവരണം. ലോകത്തിന്റെ സിലബസിലേക്ക് കുട്ടിയെ പ്രിപ്പയർ ചെയ്യിക്കാൻ നമുക്ക് കഴിയണം. അതൊരു ഇംപ്രൂവൈസേഷൻ വേണ്ട ഒരു ഏരിയ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. രാഹുൽ സാറിന് ഇതിന്റെ ഒരു ആവശ്യകതയെക്കുറിച്ച്, അനിവാര്യതയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇത് സഫീർ പറഞ്ഞ വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട് കാര്യങ്ങളുണ്ട്. അതായത് നമുക്ക് സിമ്പിളായി നോക്കാം. നമ്മൾ സ്കൂളിൽ പഠിച്ചിരുന്നു, ഡയാനയും സഫീറും ഞാനും ഒക്കെ സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ ഏറ്റവും നല്ല കുട്ടി ആരാണ്? രാവിലെ 9:30 മുതൽ വൈകിട്ട് 3:30 വരെ സംസാരിക്കാതിരിക്കുന്ന കുട്ടിയാണ് ഏറ്റവും നല്ല കുട്ടി. സംസാരിക്കുന്നവന് പേരെഴുതിയെടുക്കാൻ നമ്മൾ ഒരാളെ വെച്ചിട്ടുണ്ടായിരുന്നു, അയാളാണ് ലീഡർ. അപ്പൊ ലീഡർ നമ്മളോട് ദേഷ്യം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ പണി തരാനോ അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ചാലോ ആരോടെങ്കിലും കണക്ട് ചെയ്താലോ ആരോടെങ്കിലും നമ്മൾ ഇന്റർപേഴ്സണൽ സ്കില്ല് വെച്ച് പേഴ്സണലി സംസാരിച്ചാലോ ചുമ്മാ കുശലാന്വേഷണം നടത്തിയാലോ നമ്മുടെ പേരെഴുതിയെടുക്കുകയും ടീച്ചർ അടിക്കുകയും ടീച്ചർ നമ്മളെ റൂമിന് വെളിയിൽ നിർത്തുകയും ചെയ്യും. അങ്ങനെ 15 or 17 വർഷം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ട് പിള്ളേരോട് പറയുകയാണ്, നിനക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇല്ല, നിനക്ക് ഇന്റർപേഴ്സണൽ സ്കിൽസ് ഇല്ല. അതായത് നമ്മളെ 15 വർഷം ഇത് തടഞ്ഞു വെച്ച് ഇത് ഡെവലപ്പ് ചെയ്യുന്നതിനെ പണിഷ് ചെയ്ത്, റിവാർഡ് ചെയ്യണ്ട, ഇത് ഡെവലപ്പ് ചെയ്യുന്നതിനെ പണിഷ് ചെയ്ത്, നീ അങ്ങനെ സംസാരിക്കരുത്, നീ പുസ്തകം പോയി പഠിച്ചിട്ട് എഴുതിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവനോട് പറയുകയാണ്, നിനക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് പോരാ, നിനക്ക് ഇന്റർപേഴ്സണൽ സ്കിൽസ് പോരാ. ഈ പിള്ളേർക്ക് നാളെ കുറച്ചുകൂടെ ഓരോണ്ടാവും തിരിച്ചെടുത്ത് നമ്മളോട് ചോദിക്കില്ലേ നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഇവിടെയാണ് അതിന്റെ പ്രശ്നം. അങ്ങനെയാണ് സുകുമാർ റീകോഡ് സാർ, കേരളത്തിൽ കണ്ട ഏറ്റവും വലിയ ഫിലോസഫേഴ്സിൽ ഒന്നാണ്. അദ്ദേഹം പറയുന്നുണ്ട്, രാവിലെ 9:30 മുതൽ 3:30 വരെ ഒരു കുട്ടി സ്കൂളിൽ മിണ്ടാതിരുന്നാൽ അതിനർത്ഥം അവൻ നല്ല കുട്ടിയാണെന്നല്ല, അവൻ എന്തോ പ്രശ്നമുണ്ടെന്നാണ്. രാവിലെ 9:30 മുതൽ 3:30 വരെ ഒരാൾക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു കുട്ടിയെ നമ്മൾ ട്രെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് കാര്യമായിട്ട് എന്തോ അസുഖം ഉണ്ടെന്നാണ്. അപ്പം നമ്മുടെ ആ സമ്പ്രദായങ്ങൾ തെറ്റാണ്. എന്നിട്ട് ഇപ്പം കുറേയൊക്കെ മാറി വരുന്നുണ്ട്. NEP-യിൽ വരുന്നുണ്ട്, കേരള ഗവൺമെന്റിന്റെ ഒരുപാട് ഗവൺമെന്റുകളുടെ ഭാഗമായിട്ട് ഇത് വരുന്നുണ്ട്. അവർ ചെയ്യുന്നത് എന്താ? ഇന്ന് കൂടുതൽ എൻഗേജ് ചെയ്യണം, സെമിനാർ എടുക്കണം, അസൈൻമെന്റ് എടുക്കണം, ആക്ടിവിറ്റീസിലൂടെ ലേൺ ചെയ്യണം. ഇങ്ങനെ കൊണ്ടുവരുന്നതിന്റെ കാരണം ഇത് പഠിച്ചു കഴിഞ്ഞ് ഇവന് കുറേ പുസ്തകത്തിന്റെ അറിവുണ്ട് എന്നതിനപ്പുറം ഇവനൊന്നും എക്സ്പ്ലോർ ചെയ്ത് പഠിക്കുന്നില്ല, അന്വേഷിച്ച് പഠിക്കുന്നില്ല, ആൾക്കാരോട് കണക്ട് ചെയ്യാൻ വയ്യ. ഏറ്റവും വലിയ പരാജയം ഇത് കഴിഞ്ഞ് ഞാൻ ലൈഫോളജിയുടെ ചീഫ് ഇൻഫർമേഷൻ ഓഫീസറാണ്. അതിനൊന്ന് ഞാൻ UST ഏറ്റവും വലിയ നമ്മുടെ റിക്രൂട്ട് ചെയ്യുന്ന കമ്പനീസിലൊന്നാണ് കേരളത്തിൽ. നിങ്ങളവിടെ ക്യാമ്പസ് പ്ലേസ്മെന്റ് റിക്രൂട്ട് ടീമിൽ ഉണ്ടായിരുന്നു. ഞങ്ങൾ 1000 കുട്ടികളെ ഇന്റർവ്യൂ ചെയ്താൽ നമുക്ക് എടുക്കാൻ കഴിയുന്നത്, പ്ലേസ്മെന്റ് ഡ്രൈവിന് പോയി നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കൊടുത്തു, GD കൊടുത്തു, അതിനുശേഷം ഇന്റർവ്യൂ കഴിഞ്ഞാൽ 1000-ൽ 3 or 4 പേരാണ് കിട്ടുന്നത്. അവരുടെ കുഴപ്പമില്ല, നമ്മുടെ കുഴപ്പമാണ്. കാര്യം വി ട്രെയിൻ ദം ടു ഫെയിൽ, വി ഡോണ്ട് ട്രെയിൻ ദം ടു വിൻ എന്നല്ല, വി ട്രെയിൻ ദം ടു ഫെയിൽ. അവരെ വിജയിക്കാൻ പരിശീലിപ്പിക്കില്ലെന്നത് മാത്രമല്ല, അവരെ പരാജയപ്പെടാൻ പരിശീലിപ്പിച്ചതിന് ശേഷമാണ് നമ്മളിത് പറയും. എനിക്ക് പലപ്പോഴും ഞാൻ പറയാറുണ്ട്, എനിക്കുണ്ടായ ഒരു അനുഭവമാണ്. ഞാൻ 7th എന്തോ ആണ്, ഞാനപ്പോൾ ഒരുപാട് ചോദ്യം ചോദിക്കും. ടീച്ചർമാർക്ക് പൊതുവെ എന്നെ ഇഷ്ടമല്ലായിരുന്നു, ആവശ്യമില്ലാത്ത ചോദ്യം ചോദിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ക്ലാസ് കഴിഞ്ഞ് എൻ്റെ ഇംഗ്ലീഷ് ടീച്ചറോട് പോയി ചോദിച്ചു, ടീച്ചർ ഈ ഇംഗ്ലീഷ് ഭാഷയിലെ ഏറ്റവും നീളമുള്ള വാക്ക് ഏതാണ്? 30 വർഷം മുമ്പത്തെയാണ്. ടീച്ചർ കുറച്ചു നേരം എന്നെ ഇങ്ങനെ നോക്കി. കൂടെ 2-3 പിള്ളേരുണ്ട്, അവരെല്ലാം ടീച്ചറിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ടീച്ചർ പറഞ്ഞു, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നീ ചോദിക്കണ്ട. ഈ ഓണപരീക്ഷയ്ക്ക് ഇത് വരുമോ? ഞാൻ പറഞ്ഞില്ല ടീച്ചർ. വർഷാവസാനത്തെ പരീക്ഷയ്ക്ക് ഇത് വരുമോ? ഇല്ല. സിലബസ് തന്നിട്ടില്ലേ? സിലബസ് എഴുതിയെടുത്തോ ടീച്ചർ? ഞാൻ പറഞ്ഞു എഴുതിയെടുത്തു ടീച്ചർ. അങ്ങനെയാണെങ്കിൽ ആ സിലബസ് നോക്കി അങ്ങ് പഠിച്ചാൽ അതിന് ടീച്ചർ പറഞ്ഞു. ഞാൻ അന്ന് 3 ആഴ്ച എടുത്തു ഈ വാക്ക് കണ്ടുപിടിക്കാൻ. അന്ന് ശശി തരൂർ ഇല്ല, ഇന്റർനെറ്റ് ഇല്ല, ഈ ഗൂഗിൾ ChatGPT ഒന്നുമില്ല.
3 ആഴ്ച എടുത്താണ് ഞാൻ ഈ വാക്ക് കണ്ടുപിടിച്ചത്. ആ വാക്ക് ന്യൂമോണോ അൾട്രാ മൈക്രോസ്കോപ്പിക് സിലിക്കോ വോൾക്കാനോ കോണിയോസിസ് എന്നൊരു അസുഖത്തിന്റെ പേരാണ്. നോർമൽ ഇംഗ്ലീഷിൽ ഉള്ള ഏറ്റവും ലെങ്തിയസ്റ്റ് വേർഡ് ഫ്ലോസിനോസിൻ നിഹിലിഫിലിഫിക്കേഷൻ, ഒന്നിനും വില കൊടുക്കാത്ത ആളെന്നൊരു വാക്കാണ്. ഇത് ഞാൻ 30 വർഷം മുമ്പ് കണ്ടെത്താൻ 3 ആഴ്ച എടുത്തു. ഇന്നത്തെ ഒരു കുട്ടി എത്ര നേരം എടുക്കും? 3 സെക്കൻഡ്. സ്റ്റാൽറോപ്പിന്റെ ഒരു സിസ്റ്റത്തിൽ പോയി അടിച്ചു, അല്ലെങ്കിൽ അച്ഛൻ്റെ മൊബൈലിൽ അടിച്ചു, അമ്മയുടെ മൊബൈലിൽ അടിച്ചു. നമ്മൾ വെറുതെ സ്ഥലത്ത് പോയി ചോദിച്ചാൽ ഈ വാക്കുകളെല്ലാം ഒറ്റ പേജിൽ കിട്ടും. ഞാനന്ന് 7-8 പുസ്തകം റെഫർ ചെയ്തിട്ടാണ് ഇത് കിട്ടിയത്. അങ്ങനെ ഇത് ഒറ്റ പേജിൽ കിട്ടും, 1-2 സെക്കൻഡിൽ കിട്ടും. അപ്പോൾ പഴയ രീതിയിൽ ഇവരെ ഈ സ്റ്റഫ് ചെയ്തുകൊണ്ട് എന്ത് ഗുണം ഉണ്ടാവണം? നമ്മൾ ആത്മാർത്ഥമായി ചിന്തിക്കണം. പഴയ രീതിയിൽ ഒരു ടീച്ചർക്ക് പോലും ഒരു ടീച്ചർക്ക് ചിന്തിച്ചെടുക്കാൻ കഴിയുന്നതിൻ്റെ 100 ഇരട്ടി 100 ടൈംസോ 1000 ടൈംസോ ഇൻഫർമേഷൻ ഒരു ഫിംഗർ ടിപ്പിൽ അവൈലബിൾ ആണ്. പണ്ട് ഗൂഗിൾ മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പം ChatGPT ചെന്ന് എഴുതി തരാൻ പറഞ്ഞാൽ അതേപോലെ എഴുതി തരും. ഇങ്ങനെ ChatGPTക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്, ChatGPT എഴുതിയെന്ന് തോന്നാത്ത രീതിയിൽ എഴുതി തരണമെന്ന്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ വരെ എഴുതി തരും. അപ്പോൾ ഈ സിസ്റ്റത്തിൽ നമ്മൾ കുട്ടികളെ ഉദ്ദേശിക്കുന്നത്? അപ്പോഴാണ് ഇനി ഒരു ബാലൻസും കൂടെ വേണം. അതായത് പഠിക്കേണ്ടതല്ല, തീർച്ചയായും പഠിക്കണം, അക്കാഡമിക്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, പരീക്ഷകൾ പ്രധാനമാണ്, അതിൽ പെർഫോം ചെയ്യണം. പക്ഷേ അതോടൊപ്പം നേരത്തെ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കുണ്ട്, ആപ്റ്റിറ്റ്യൂഡ്. അതിനെ ഞങ്ങൾ കുറച്ചുകൂടെ ഫിലോസഫി സൈക്കോളജിയിലൊക്കെ ഈ സൈക്കോമെട്രിക് ടെൻഡൻസീസ് വിളിക്കും. സാധാരണ പക്ഷേ ആപ്റ്റിറ്റ്യൂഡ് എന്നാണ് കറക്റ്റ്. അഭിരുചി, സൈക്കോമെട്രിക്സ്, ഇനി വാക്ക് എന്ത് വിളിച്ചാലും, വാസന, താല്പര്യം, ടെൻഡൻസി, ഇഷ്ടം, ഇൻട്രസ്റ്റ്, എന്ത് വിളിച്ചാലും കുഴപ്പമില്ല. അതറിഞ്ഞ് കുട്ടികളെ ഫ്യൂച്ചറിലേക്ക് കൊണ്ടുപോകാൻ കഴിയണം. അത് നമ്മൾ ചെയ്യുന്നില്ല. എൻ്റെ ജീവിതത്തിലെ, എൻ്റെ ലൈഫിലെ, എനിക്കും സഫീർബായിട്ട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ പരാജയം, എൻ്റെ ഒരു 9th സമയത്ത്, എൻ്റെ 8-9 സമയത്ത് എൻ്റെ ഫാദർ മരിച്ചു. അപ്പം ഞങ്ങൾക്ക് കുറച്ചു കാലം എന്ത് ചെയ്യണമെന്ന്, എന്നെങ്കിൽ ഒറ്റ മോനാണ്. അപ്പം എനിക്ക് 10th കഴിഞ്ഞു, +1 +2 കഴിഞ്ഞു, എന്തെടുക്കണമെന്ന് അറിയില്ല. ഒരു ദിവസം ഞങ്ങളുടെ ഒരു അകന്ന റിലേറ്റീവ്, കളക്ടറാണ് പുള്ളി, ഇപ്പോഴും ഉള്ളതുകൊണ്ട് പുള്ളിയുടെ പേര് പറയുന്നില്ല, IS കാരനാണ്. പുള്ളിയും പുള്ളിയുടെ വൈഫും കുട്ടികളൊക്കെ വീട്ടിൽ വന്നു പറഞ്ഞു. അപ്പം അമ്മ ചോദിച്ചു, കളക്ടറായതുകൊണ്ട് എന്താ ചേട്ടാ മോൻ +2 കഴിഞ്ഞ് നോക്കിയാൽ എന്ത് ചെയ്യണം? എക്കണോമിക്സ് എടുത്തോ, നല്ലതാണ് എന്ന് പറഞ്ഞ് പുള്ളി കഴിച്ചു. എന്നോട് ചോദിച്ചില്ല, എൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചില്ല. എക്കണോമിക്സ് നല്ല വിഷയമാണ്, എടുത്തോ. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയെ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു താല്പര്യം. മിണ്ടരുത്, IS കാരനാണ് പറഞ്ഞത്, കളക്ടറാണ് പറഞ്ഞത്, നീ IS എടുത്താൽ മതി, ഭയങ്കര വിഷയമാണെന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ ബാങ്കിലായിരുന്നു. അപ്പം അമ്മ പെട്ടെന്ന് തെറ്റിദ്ധരിച്ചു, കണ്ടോ, ബാങ്ക്, നമ്പർ, ഇക്കണോമിക്സ് ഇവൻ ചെയ്ത്. ഞാൻ പഠിച്ചൊരു 3-4 മാസത്തിന് മനസ്സിലായി എനിക്കിത് പരാജയമാണ്. ഞാൻ വീണ്ടും അമ്മയോട് പറഞ്ഞു, മോനെ വർഷം ഡ്രോപ്പ് ഔട്ട് ആ സമയം നാണക്കേടല്ലേ. അപ്പം എനിക്കും തോന്നി എൻ്റെ കൂടെ ഉള്ളവരെല്ലാം എന്നെക്കാട്ടി 1 വർഷം മുമ്പ് പോകും. 6 മാസവും 3 മാസമുള്ളിൽ മനസ്സിലായി എനിക്ക് ചേർന്ന വിഷയമല്ല. എക്കണോമിക്സ് ഒരു ഗംഭീര വിഷയമാണ്, പക്ഷേ എനിക്ക് ചേർന്ന വിഷയമല്ല എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഞാനത് പഠിച്ചു തീർത്തു. 70% മാർക്ക് ഉണ്ടായിരുന്നു. ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ പോയി. പക്ഷേ എനിക്കൊരു 15 വർഷം എടുത്തു തിരിച്ചറിവിലൂടെ ഒരു ആക്ഷൻ എടുക്കാൻ. എൻ്റെ തീരുമാനം തെറ്റിപ്പോയി. ഞാൻ എന്നിട്ട് ഒരു 4 വർഷം മുമ്പ് തിരുവനന്തപുരം ലോ അക്കാഡമിയിൽ പോയി ചേർന്നു, LLB പഠിച്ചു. ചിലരെങ്കിലും എന്നെ ഒരുപക്ഷെ അറിയുന്ന TV-യിൽ ചർച്ചയൊക്കെ ചെയ്യുന്നതുകൊണ്ടായിരിക്കും. ഇതിലെനിക്ക് ഒരു ട്രെയിനിങ് കിട്ടിയിട്ടില്ല, പക്ഷേ ഇതെനിക്ക് നാച്ചുറലി വരുന്നതാണ്. ഞാനിപ്പോൾ LLBക്ക് കഴിഞ്ഞ മാസം നമ്മുടെ എറണാകുളം ഹൈക്കോടതി എൻറോൾ ചെയ്തു. പക്ഷേ എൻ്റെ അമ്മയുടെയും എൻ്റെയും തെറ്റായ തീരുമാനം കൊണ്ട് എനിക്ക് നഷ്ടമായത് 20 വർഷമാണ്. ഇത് കേൾക്കുന്നവർ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. നമ്മുടെ സഹോദരൻ, സുഹൃത്ത്, സഹോദരി, അച്ഛൻ, അമ്മ, കുട്ടി, ബാക്കി 6 സുഹൃത്തുക്കൾ നോക്കിയാൽ അവരുടെ ജീവിതത്തിൽ തെറ്റായ കോഴ്സ്, തെറ്റായ കോളേജ്, തെറ്റായ കരിയർ തിരഞ്ഞെടുത്തത് കാരണം നമ്മുടെ ഇടയിൽ 95% ആൾക്കാർക്കും 4-5 വർഷം അവരുടെ ജീവിതത്തിൽ നഷ്ടമായിട്ടുണ്ടായിരിക്കും. നമ്മുടെ ചുറ്റുമുള്ളവരെ മാത്രം നോക്കിയാൽ 95%-ന് 4 മുതൽ 5 വർഷം നഷ്ടമായിട്ടുണ്ടാവും. ഞാൻ ചിരിച്ചത് ഉള്ളിൽ അങ്ങനെ ശരിയാണല്ലോ, 1-2 പേർക്ക് നഷ്ടം. ആരുടെയും കുറ്റമല്ല. കാര്യം വി ആർ ട്രെയിൻ ടു ഫെയിൽ എന്നുള്ളൊരു അവസ്ഥയാണ്. എനിക്കത് 20 വർഷം നഷ്ടമായത്. നിങ്ങൾക്ക് ഇത് കേട്ടോണ്ടിരിക്കുന്നവർക്കെങ്കിലും സംഭവിക്കണം. എൻ്റെ അമ്മ ഏറ്റവും നല്ല ഉദ്ദേശത്തോടാണ് എന്നെ എക്കണോമിക്സിനോട് ചേർത്തത്. കാര്യം കണ്ടോ, കുടുംബത്തിലെ ചേട്ടൻ പറഞ്ഞു, നമ്മുടെയൊക്കെ ഫാമിലിയിൽ ഈ കാരണവന്മാരൊക്കെ ഒന്ന് പറയുമ്പോൾ നമുക്കൊരു നോ പറയാനും പറ്റില്ല. പക്ഷെ അതുകൊണ്ട് എൻ്റെ ലൈഫിലെ 20 ഇയേഴ്സ് നഷ്ടമായി. ഒരു പക്ഷേ ഞാൻ +2-ന് ശേഷം LLB എടുത്തിരുന്നെങ്കിൽ ഇന്ന് സുപ്രീം കോടതിയിലെ അറ്റ്ലീസ്റ്റ് ഒരു സീനിയർ അഡ്വക്കേറ്റ് ആരെങ്കിലും ആക്കി മാറാൻ ഒരു പക്ഷേ എനിക്ക് കഴിഞ്ഞേനെ. അപ്പം ഇത് പറ്റുന്നത് നേരത്തെ പറഞ്ഞ പോലെ അഭിരുചി അറിഞ്ഞ് പഠിപ്പിക്കുന്നില്ല, അവരെന്താണെന്ന് അറിഞ്ഞ് പഠിപ്പിക്കുന്നില്ല, പേഴ്സണലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ നടക്കുന്നില്ല. ഇതൊക്കെ ആര് ചെയ്യും? പിള്ളേർ ചെയ്യൂ. ഇത് ചെയ്യേണ്ടത് ഇത് കേട്ടോണ്ടിരിക്കുന്ന അച്ഛനമ്മമാർ, ടീച്ചർമാർ, പ്രിൻസിപ്പൽമാർ, എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിൽക്കുന്നവർ, ഗവൺമെന്റ്, ഇവർ ചെയ്തില്ലെങ്കിൽ എനിക്ക് 20 വർഷം നഷ്ടപ്പെട്ടു, ബാക്കി ഒരാൾക്ക് നഷ്ടപ്പെടരുതെന്ന് പറഞ്ഞാൽ ഞാൻ രാഹുൽ സാർ, ഇപ്പം ഗവൺമെന്റിന്റെ കാര്യം പറഞ്ഞു. ശരിക്കും ഒരു സ്റ്റേറ്റിന് പരിമിതികളില്ലേ, ഒരുപാട് കടമകൾ താണ്ടി വേണം ഇങ്ങനെ ഒരു ഹൈലി അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ കുട്ടികളുടെ അഭിരുചിക്ക് അനുസരിച്ചുള്ള വിദ്യാഭ്യാസം, കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ചുള്ള വിദ്യാഭ്യാസം കുട്ടികൾക്ക് നൽകാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ സ്റ്റേറ്റ് ആ കാര്യത്തിൽ ചെറുതായിട്ടൊന്ന് അവിടെയാണ് നമ്മൾ ആരെയും കുറ്റം പറയണ്ട. നമുക്കിതൊരു ബ്ലെയിം ഗെയിം അല്ല.
പക്ഷേ എല്ലാവർക്കും നമ്മുടേതായ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമ്മുടെ കേരള സ്റ്റേറ്റിന് ഒരുപാട് മെച്ചമുണ്ട്. പാർട്ടി ഏത് ഭരിച്ചാലും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുമ്പിലാണ്. നമ്മളാണ് ആദ്യത്തെ ലിറ്ററസി ഇതാക്കി സ്റ്റേറ്റ്. ടെക്നോ പാർക്ക് ആദ്യമായിട്ട് സൗത്ത് ഇന്ത്യ വന്ന സ്റ്റേറ്റ്സിൽ ഒന്നാണ്. പക്ഷേ നമ്മൾ ബാംഗ്ലൂരിലൊക്കെ നമ്മൾ പിന്നിൽ പോയി. അവിടെയും പറയണം, ഇവിടെയാണ് നമ്മുടെ ബാലൻസ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ നന്മകൾ നമ്മൾ ഉറച്ചു പറയണം, നമ്മുടെ പോരായ്മകളെ നമ്മൾ പതുക്കെങ്കിലും പറയണം. രണ്ട് പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. ചില ആൾക്കാർ നമ്മുടെ നാട്ടിൽ നിന്ന് വെളിയിൽ പോയി കഴിഞ്ഞാൽ അയ്യോ കേരളം എന്തൊരു മോശമാണ്, അതാണ് സിംഗപ്പൂരിലൊക്കെ പോകണം, മലേഷ്യ പോയാൽ റോഡിൽ കിടന്ന് ഉറങ്ങാന്നൊക്കെ പറയും. എന്നിട്ട് കേരളത്തിൽ വന്നിട്ട് പഴത്തൊലി വെളി എറിയുകയും ചെയ്യും. അവിടുത്തെ ആൾക്കാർക്ക് റോഡിൽ കിടന്നുറങ്ങാൻ പറ്റുന്നു എന്ന് തോന്നുന്നത് അവിടുത്തെ ആൾക്കാരും അങ്ങനെ ബിഹേവ് ചെയ്യുന്നുണ്ട്. നേരെ തിരിച്ച് പഴത്തൊലി വെളി കളയണമെങ്കിൽ അവിടെ ഓരോ കിലോമീറ്ററിലും എന്തെങ്കിലും വേസ്റ്റ് ബാസ്ക്കറ്റ് അവിടെ വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും നന്നാവണം. അപ്പം നമ്മളും നന്നാവണം, സ്റ്റേറ്റ് നന്നാവണം. അപ്പം സ്റ്റേറ്റ് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ടാൽറോപ്പ് അടക്കമുള്ള ഒരുപാട് പ്രൈവറ്റ് സ്പേസിൽ നിൽക്കുന്നവർക്ക് കൂടുതൽ എനർജിയോടെ ചെയ്യാം. ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരു കാര്യം ചെയ്തെടുക്കണമെങ്കിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസും റെഗുലേഷൻസും ഡയന പറഞ്ഞ പോലെ പരിമിതികളുണ്ട്. പക്ഷെ സഫീറിന്ന് ഒരാൾ തീരുമാനിച്ചാൽ ഒരാളുടെ വിഷനിൽ അത് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഇപ്പൊ UAE-യിലൊക്കെ ചില നമ്മൾ ഭരണാധികാരികളെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പുള്ളി ഇതാ ആ മണലാരണ്യം ഇന്ന് വലിയൊരു മാൻഹട്ടൻ പോലെ ആക്കി എന്ന് പറയുന്നത്. പ്രൈവറ്റിൽ അങ്ങനെ ഇതുണ്ട്, പക്ഷേ ഗവൺമെന്റിൽ അത് പറ്റില്ല. ഓഡിറ്റ് ഒബ്ജക്ഷൻ വരും, കൂടുള്ള മന്ത്രിക്ക് ഇഷ്ടപ്പെട്ടില്ല, കൂടുള്ള സിവിൽ സർവീസുകാരൻ വിചാരിക്കും ഇവ സ്കോർ ചെയ്യണ്ട, ഈ വിഷയത്തിൽ ഇവൻ അങ്ങനെ കുതിച്ചു വരണ്ട. പക്ഷെ അപ്പം ഗവൺമെന്റ് പ്ലസ് പ്രൈവറ്റ്, പബ്ലിക് പ്ലസ് പ്രൈവറ്റ് എന്നുള്ളൊരു മോഡൽ നമ്മുടെ എഡ്യൂക്കേഷനിൽ കൂടുതൽ വന്നില്ലെങ്കിൽ വി ആർ ഗോയിങ് ടു ലൂസ് ഔട്ട്. അതിന്റെ വലിയൊരു തെളിവാണ് ഒരിക്കൽ ഉദിച്ചു വന്ന ടെക്നോ പാർക്ക്. ഇന്ന് നമ്മൾ ബാംഗ്ലൂരിന്റെ പിന്നിലാണ് അല്ലെന്ന് ആരും പറയില്ലല്ലോ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ പോലും നമ്മൾ ബാംഗ്ലൂരിനെക്കാട്ടി മുമ്പിലാണെന്ന് പറയില്ലല്ലോ. പക്ഷെ ബാംഗ്ലൂർ ടെക്നോ പാർക്കും ഇൻഫ്രാസ്ട്രക്ചറും നമുക്ക് ശേഷം വന്നു. ഏഷ്യയിലെ ഏറ്റവും വലിയ ടെക്നോ പാർക്കുകളിലും ഇന്ത്യയിലെ വൺ ഓഫ് ദി ഫസ്റ്റ് ടെക്നോ പാർക്ക് നമ്മുടെ ട്രിവാൻഡ്രത്തെ ടെക്നോ പാർക്കാണ്. ബട്ട് വി ലോസ്റ്റ് ഔട്ട് ടു ബാംഗ്ലൂർ ബിക്കോസ് വി മിസ് ദ ബസ്. നമ്മൾ ബസ് മിസ് ചെയ്യാൻ കാരണം വേണ്ട രീതി വിഷണറികളായ ആൾക്കാരും ഒരു സിവിൽ സൊസൈറ്റിയും ഇല്ല എന്നുള്ളത് തന്നെയാണ്. അതെ. അപ്പോൾ സഫീർ സാറ് തന്നെ ഒരുപാട് ഇവന്റുകളിലും ഇന്റർവ്യൂസിലൊക്കെ വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ്. അതായത് ടാൽറോപ്പിന് ഒരുപാട് ഇനിഷ്യേറ്റീവ്സ് ഉണ്ട് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ. അപ്പോൾ ഇത് എത്രത്തോളം പ്രാക്ടിക്കലാണ്? അതായത് ഇപ്പം ഈ ഒരു ലോകം ആവശ്യപ്പെടുന്ന വിദ്യാഭ്യാസം, നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസം, സമാന്തരമായിട്ട് കുട്ടികൾക്ക് സ്വീകരിക്കാവുന്ന വിദ്യാഭ്യാസം, അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന എത്രത്തോളം ഇത് പ്രാക്ടിക്കലാണ് സാർ? അതെ, ഇവിടെ ഇപ്പം നമ്മളിപ്പോൾ നേരത്തെ ഗവൺമെന്റിന്റെ കാര്യം പറയുമ്പോഴേക്ക് ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് ഇപ്പം തന്നെ ഗവൺമെന്റ് ഇത് ചെയ്യണം, ഗവൺമെന്റ് അങ്ങനെ ചെയ്യണം, ഗവൺമെന്റ് അത് ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല. എല്ലാ പഴിയങ്ങളെ കൊണ്ട് ഗവൺമെന്റിന്റെ മണ്ടയിൽ വെക്കാനുള്ള ഒരു ശ്രമവും നടക്കുന്നുണ്ട്. ഇപ്പൊ പ്രൈവറ്റ് ഗവൺമെന്റ് എന്നുള്ളൊരു സംവിധാനം ഇവിടെ പല വിഷയത്തിലും ക്ലിയർ അല്ല. പലപ്പോഴും പ്രൈവറ്റ് ഗവൺമെന്റിനോട് കോമ്പറ്റീറ്റ് ചെയ്യുന്ന സംവിധാനങ്ങളുണ്ട്. കാര്യം ഗവൺമെന്റിന്റെ സ്പേസിലല്ല പലപ്പോഴും നിൽക്കുന്നത് എന്നുള്ളൊരു സംവിധാനം കൂടി ഇതിന്റെ കൂടെ ഉണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പം KSRTCയുടെ വിഷയത്തിൽ വരെ വരുമ്പോഴേക്ക് പ്രൈവറ്റ് നല്ല റൂട്ട്, പ്രൈവറ്റ് ബസ്സിന് നല്ല കളക്ഷൻ കിട്ടുന്ന റൂട്ടിൽ സത്യത്തിൽ KSRTC ഓടേണ്ട ആവശ്യമില്ല. KSRTC ഓടേണ്ടത് എവിടെയാണ്? സത്യത്തിൽ ആരും പ്രൈവറ്റ് ബസ് റൂട്ട് എടുക്കാൻ താല്പര്യമില്ലാത്ത ആളെണ്ണം കുറഞ്ഞ സ്ഥലത്താണ് ഗവൺമെന്റ് സർവീസ് ഇടേണ്ടത്. കാര്യം ഗവൺമെന്റ് സർവീസാണ്. ഗവൺമെന്റ് ഒരിക്കലും പ്രോഫിറ്റ് മേക്ക് ചെയ്യേണ്ടവരല്ല, ഗവൺമെന്റ് ഫെസിലിറ്റേറ്റർ ആണ് പലപ്പോഴും. ഈ ഒരു ക്ലാരിറ്റി ജനങ്ങൾക്കും ഇല്ല, അതൊരു സൊസൈറ്റിയിൽ അതൊരു ചർച്ചയാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു അങ്ങനെ ഒരു സംവിധാനം പ്രൈവറ്റിന്റെ സ്പേസ് ചെയ്ത് ഗവൺമെന്റ് സ്പേസ് ചെയ്ത് ഇവിടെ ക്ലിയർ അല്ല. പലപ്പോഴും പ്രൈവറ്റും ഗവൺമെന്റും കോമ്പറ്റീറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസ് വരുന്നുണ്ട്. പിന്നെ ഗവൺമെന്റിന് ഒരുപാട് പരിമിതികളുണ്ട്. ഗവൺമെന്റ് പലപ്പോഴും എന്താണ് ഒരു ആശയത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ പിന്നിൽ ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ AI കാലഘട്ടത്തിൽ നിലനിൽക്കുകയാണ്. അപ്പോൾ ഓക്കെ, AI സിലബസിനെ ആയിരിക്കണം ഇനി സ്കൂളുകളിൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന് ഗവൺമെന്റ് പറയും. ഇപ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിലെ കുറേ സ്കിൽ ഡെവലപ്മെന്റ് ആയിട്ട് പഠിപ്പിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷെ ഇതിന്റെ പ്രായോഗിക ബുദ്ധിമുട്ടും ഗവൺമെന്റ് അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിലൊരു 15,000 സ്കൂൾ അപ്രോക്സിമേറ്റ്ലി നമ്മൾ പറഞ്ഞാൽ ഇതിൽ 2,000-ഓളം സ്കൂളുകളാണ് പ്രൈവറ്റ് മേഖലയിലുള്ള സ്കൂളുകൾ, പെട്ടെന്ന് ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന സ്കൂളുകൾ. ഇതിലൊരു 8,000 സ്കൂളുകളും എയ്ഡഡ് സ്കൂളുകളാണ്. അതായത് പ്രൈവറ്റ് മാനേജ്മെന്റ് ആണെങ്കിലും സാലറി കൊടുക്കുന്ന ഗവൺമെന്റ് ആണ്. 5,000-ഓളം സ്കൂളുകൾ പൂർണ്ണമായിട്ട് ഗവൺമെന്റിന്റെ കയ്യിലാണ്. അതായത് ഒരു 13,000 സ്കൂൾ അപ്രോക്സിമേറ്റ് നമുക്ക് പറഞ്ഞാൽ ഫുൾ ഗവൺമെന്റ് സാലറി കൊടുക്കുന്ന ഗവൺമെന്റ് അധ്യാപകരാണ്. ഇവിടെയൊക്കെ ടീച്ചേഴ്സിനൊക്കെ 40 വയസ്സിന് മുകളിലുള്ള ടീച്ചേഴ്സാണ്. അപ്പൊ ഇവരൊന്നും AI കാലഘട്ടത്തിലുള്ളവരായിരുന്നില്ല. അവർക്ക് മൈഗ്രൻസ് ആയിട്ട് പിന്നീട് ഈ ടെക്നോളജിയൊക്കെ കണ്ടുപഠിച്ചവരാണ്. അവരെ കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിച്ച് തന്നെ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവർക്ക് AI ഒന്നും അത്ര ഫെമിലിയർ അല്ല. അപ്പൊ ഇവരിലൂടെ AI സിലബസ് നടപ്പിലാക്കാൻ ഗവൺമെന്റിന് ഒരിക്കലും കഴിയില്ല. അതായത് ഇവർ ഈ കാലഘട്ടത്തിന് പറ്റുന്നവരല്ല. ഇപ്പൊ പ്രൈവറ്റ് സെക്ടറൊക്കെ എന്താണ് ഒരാൾ ഓക്കെ അല്ലെങ്കിൽ അയാളങ്ങ് പിരിച്ചുവിടും. അതുപോലെ ഗവൺമെന്റ് ഇവരങ്ങ് പിരിച്ചുവിടാൻ കഴിയില്ല. അപ്പൊ ഇനി ഗവൺമെന്റ് എന്ത് ചെയ്യണം? AI പഠിപ്പിക്കാനുള്ള റിസോഴ്സസ് നോക്കിക്കഴിഞ്ഞാൽ റിസോഴ്സസ് ഇവിടെ ഇല്ല. ഇനി കൊണ്ടുവന്നാൽ ഇവരുടെ സാലറി തന്നെ കഷ്ടത്തിലാണ്. അപ്പൊ ഇനി പുതിയ ടീമിനും കൂടെ സാലറി കൊടുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അപ്പൊ ഗവൺമെന്റ് ഒരു തീരുമാനമെടുത്ത് അത് നടപ്പിലാക്കുക എന്ന് പറഞ്ഞാൽ അതിന് 10, 20, 30 വർഷം എടുക്കും. അപ്പോഴേക്ക് ഈ വിഷയങ്ങളെല്ലാം പോയി അടുത്ത സംവിധാനങ്ങൾ വരും. ഇപ്പൊ നമ്മൾ ഇപ്പൊ ആപ്പിളിന്റെ ഫോണിനെ കുറിച്ച് പഠിപ്പിക്കണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ 2030 ഇങ്ങനെ ഒരു ഫോണില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ സ്പേഷ്യൽ കമ്പ്യൂട്ടിംഗിലേക്ക് പോവുകയാണ്. ഒരിക്കലും ഈ ഫോണും കൊണ്ട് നമ്മൾ നടക്കാൻ പോകുന്നില്ല. അപ്പൊ ഇത് പഠിപ്പിക്കണമെന്ന് ഇപ്പൊ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇത് നടപ്പിലാവുന്ന
2030 ശേഷമായിരിക്കും, അന്ന് ഇതുണ്ടാകില്ല. അപ്പൊ ഇങ്ങനെ ഒരു റിയാലിറ്റി നിൽക്കുമ്പോഴാണ് നമ്മൾ പറയുന്നത് ഒരു പാരൽ സിസ്റ്റം പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന ഒരു സംവിധാനം പറഞ്ഞു. അതായത് ഗവൺമെന്റ് കൂടി ഇനിഷ്യേറ്റീവ് എടുക്കണം ഒരു പാരൽ പ്രൈവറ്റ് സിസ്റ്റം മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പൊ ഒരു പാരൽ പ്രൈവറ്റ് സിസ്റ്റം വരുമ്പോൾ എന്താ സംഭവിക്കുക? പ്രൈവറ്റിന് ഒരുപാട് കാര്യങ്ങൾ ഇടപെടാനും ഗവൺമെന്റിന് ഫെസിലിറ്റേഷനും മോണിറ്ററിങ്ങും ചെയ്താൽ മതി. ഗവൺമെന്റ് നോക്കുന്ന ഓക്കെ ഇവിടെ വിദ്യാർത്ഥികൾ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടോ, ഇവിടെ സ്റ്റേറ്റിന്റെ റൂളിനെതിരായിട്ട് ഇവിടെ പ്രവർത്തിക്കപ്പെടുന്നുണ്ടോ, ഇവിടെ ഒരു ഫ്രീഡം ഓപ്പൺ ആയിട്ടുള്ള സംവിധാനങ്ങൾ കൊടുക്കുമ്പോഴേക്കും സ്കൂളുകളിലേക്ക് ഇപ്പൊ നമ്മൾ പലപ്പോഴും നേരിടുന്ന വെല്ലുവിളിയുണ്ട്. നമ്മുടെ പല ഫ്രീ പ്രോഗ്രാം ഇപ്പൊ ടാൽഡ്രോപ്പിന്റെ തന്നെ പല ഫ്രീ പ്രോഗ്രാംസും ഗവൺമെന്റ് സ്കൂളിൽ നമുക്ക് ചെയ്യാൻ കഴിയില്ല. ഞാനിപ്പോൾ ഒരു ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചു വന്ന കുട്ടിയാണ്. അപ്പൊ നമുക്ക് സ്വാഭാവികമായ ഒരു താല്പര്യം ഉണ്ടാവും ഗവൺമെന്റ് സ്കൂളുകളിൽ ഇത് കൊണ്ടുവരണോ, പക്ഷെ അവിടെ അതിനുള്ള ഫ്രീഡം ഇല്ല. പ്രൈവറ്റിന്റെ പ്രോഗ്രാംസ് പലപ്പോഴും കൊണ്ടുവരാൻ കഴിയില്ല. പല ചോദ്യങ്ങളാണ്, എന്തിന് ഈ പ്രൈവറ്റ് പ്രോഗ്രാം കൊണ്ടുവന്നു. അപ്പം പിന്നെ PTA ഒരു പെർമിഷൻ ആക്കി. PTA റിസ്ക് എടുക്കൂല. ഇനി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബന്ധയിലേക്ക് വന്നാലോ എന്ന് പേടിച്ച് ആരും എടുക്കില്ല. അതായത് ഈ റിസ്ക് എടുക്കാനുള്ള എബിലിറ്റി കുറവ്. ഒരു 20 രൂപ സ്റ്റാമ്പ് ഒട്ടിച്ച് ഒരു വിവരാവകാശം ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിന് ഈ കമ്പനിയുമായിട്ട് അസോസിയേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പേടിയാണ്. ബ്യൂറോക്രസിക്ക് മുഴുവൻ പേടിയാണ് എന്തെങ്കിലും ഒരു പേപ്പറിൽ സൈൻ ചെയ്യാൻ. അത് കാരണം അവർ പറയും നിയമസഭ പാസ്സാക്കിയിട്ട് വരട്ടെ എന്നാ ചെയ്യാം. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വരുമ്പോഴേക്ക് ഇപ്പൊ നമുക്കൊരു നല്ല പ്രോജക്റ്റ് ഉണ്ട്, സക്സസ്ഫുൾ ഇംപ്ലിമെന്റ് ചെയ്ത പ്രോജക്റ്റ് ഉണ്ട്, നമ്മളത് ഗവൺമെന്റ് ലെവലിൽ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ അവസാനം നമ്മൾ തന്നെ ചിലപ്പോൾ മടുത്തു പോകുന്ന ഒരു സിറ്റുവേഷൻ വരും. വഴി ഓപ്പൺ അല്ല. ഇത് ആരെ മുമ്പിൽ പോയി പ്രസന്റ് ചെയ്യണം? പ്രസന്റ് ചെയ്യുന്നവർക്കൊക്കെ ഭയമാണ്, ഇതിന് ഇംപ്ലിമെന്റ് ചെയ്തിട്ട് ഇനി എന്തെങ്കിലും പ്രശ്നം വന്നാലോ, ഈ കമ്പനിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാലോ. അപ്പൊ സ്വാഭാവികമായിട്ട് അതിനനുസരിച്ച് നമ്മൾ ബാക്കിലേക്ക് നേരത്തെ രാഹുൽജി പറഞ്ഞതുപോലെ നമ്മൾ ബസ് മിസ്സായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ കുട്ടികളുടെ അവസ്ഥ നോക്കണം. ഈ കുട്ടികൾ എന്താണ് നമ്മുടെ തീരുമാനം വൈകുന്നതിനനുസരിച്ചിട്ട് കുറേ കുട്ടികളുടെ ഫ്യൂച്ചറാണ്, കരിയറാണ് ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് കിട്ടേണ്ട ഓപ്പർച്യൂണിറ്റീസ് ആണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ നമുക്കിടയിൽ വളരെ ക്ലിയർ ആയിട്ട് ഒരു പോളിസി വരേണ്ടത് പ്രൈവറ്റ് സെക്ടേഴ്സിനാണ് പാരൽ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്നത്. എന്നാൽ ആ പാരൽ സിസ്റ്റത്തിന് ഗവൺമെന്റിന് ഒരു കൺട്രോളും വേണം. എല്ലാ സിസ്റ്റവും ഗവൺമെന്റ് ത്രൂ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ള ചിന്ത തെറ്റാണ്. അത് നമ്മൾ എപ്പോഴും പറയുന്നത് ഒരു ചേഞ്ച് ഏറ്റവും അവസാനം ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതാണ് ഗവൺമെന്റ്. അതങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ വരുന്ന സമയത്ത് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഇവിടെ പറ്റില്ലായിരുന്നു. എല്ലാവരും എന്ത് ചെയ്യണം, പോസ്റ്റൽ വഴി അയക്കണം എന്നുള്ളതായിരുന്നു. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവരെന്ത് ചെയ്യും, ഈ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യും എന്നുള്ളൊരു ഭയമാണ്. പക്ഷെ പിന്നെ എന്ത് ചെയ്തു, നമ്മുടെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് കൊറിയർ സർവീസായി മാറി. ഏറ്റവും വലിയ കൊറിയർ സർവീസായി നമ്മൾ മാറി എന്നുള്ളതാണ്. അപ്പം മാറ്റങ്ങൾ കൊണ്ടുവരണം. മാറാനുള്ള ഒരു മാനസികാവസ്ഥ, ഇത് കറന്റ് സിറ്റുവേഷനിൽ ഇവരെല്ലാം എവിടെ കൊണ്ടുപോകും, എങ്ങനെ ഇവർക്ക് അക്കോമഡേറ്റ് ചെയ്യും, ഇവർക്ക് എങ്ങനെ ജോബ് കൊടുക്കും എന്നൊക്കെ ഉള്ള ലെവലിൽ നമ്മൾ കണ്ണടച്ചാൽ നമുക്ക് മാത്രമേ ഇരുട്ടാവുള്ളൂ. ലോകം വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് വേണ്ടത് ഗവൺമെന്റിനെ പഴിചാരുക എന്നതിനപ്പുറത്തേക്ക് ഒരു പാരൽ സിസ്റ്റം കൊണ്ടുവരിക. അത് നമ്മൾ എന്ത് ചെയ്യും, ഈവൻ ബ്യൂറോക്രസിയിലായിട്ട് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആയിട്ട് എല്ലാവരെയും അതിലേക്ക് ഇൻവോൾവ് ചെയ്യിച്ചിട്ട് സമൂഹത്തിൽ ഇപ്പൊ മീഡിയയ്ക്ക് ഉൾപ്പെടെ ഭയങ്കര ഡ്യൂട്ടി ഉണ്ട്. ആ മീഡിയയൊക്കെ എന്ത് ചെയ്യണം, ഇപ്പം ഒരു ചാനലൊക്കെ ഇത് വിഷയം എടുത്ത് ചർച്ച ചെയ്യണം തന്നെ ഭയങ്കര സന്തോഷമാണ്. കാര്യം ഇങ്ങനെയുള്ള വിഷയങ്ങളിലേക്ക് ഇടപെട്ടിട്ട് ഒരു പൊതുവായ ഒരു സൊല്യൂഷൻ കൊണ്ടുവരണം. പ്രാക്ടിക്കൽ ആകുന്ന സൊല്യൂഷൻസ്. കംപ്ലൈന്റ് പറഞ്ഞെന്ന് കരുതിയിട്ടോ നമ്മൾ പ്രതിഷേധിച്ചെന്ന് കരുതി ഇവിടെ ഒന്നും സംഭവിക്കാനില്ല. പകരം പാരൽ സിസ്റ്റം കൊണ്ടുവരാൻ എല്ലാവരും കൂടി ഒത്തൊരുമിച്ചാൽ മാത്രമാണ് അതൊരു പ്രാക്ടിക്കലായിട്ട് നടപ്പിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ സാർ പറയുന്നത് നമ്മുടെ ഒരു ടെക് ഡ്രിവൻ വേൾഡിൽ ഒരു ഹൈലി അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം നടപ്പിലാക്കുവാൻ പ്രൈവറ്റ് എഡ്യൂക്കേഷൻ സെക്ടറിന് 100% കഴിയും, പ്രാക്ടിക്കലാണ് എന്നാണ് സാർ പറയുന്നത്. അപ്പോൾ ഈ സാധാരണ കുട്ടികൾക്ക് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുമോ, ഈ എഡ്യൂക്കേഷൻ അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്ന് കൂടി നമുക്ക് വ്യക്തമാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ടാൽഡ്രോപ്പിന് ഒരു എഡ്യൂക്കേഷൻ എക്കോസിസ്റ്റം തന്നെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് അത് അവിടെ? ഇതിലിപ്പോൾ നമ്മൾ അഫോർഡബിൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സംവിധാനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ടെക്നോളജി കണക്ട് ചെയ്ത് ഒരു ഹൈബ്രിഡിലേക്ക് കൊണ്ടുവരുമ്പോഴേക്കും ഇത് പ്രാക്ടിക്കലി ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ പറയുന്ന ഒരു സ്കൂളിൽ നിന്ന് നമുക്കൊരു 5 ലക്ഷം രൂപ കിട്ടണം, അല്ലെങ്കിൽ ഒരു 2000 സ്കൂളിൽ നിന്ന് ഒരു 100 കോടി രൂപ കിട്ടിയാലാണ് ഒരു പ്രോജക്റ്റ് എന്ത് ചെയ്യണത് ഹ്യൂജ് ആയിട്ട് സസ്റ്റെയിൻ ചെയ്ത് പോകാൻ കഴിയുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ ഈ 5 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ അവിടുത്തെ എന്താണ് ഒരു 500 കുട്ടികൾ ഒരു 100 രൂപ വെച്ച് 1000 രൂപ വെച്ചിട്ട് പേ ചെയ്യുന്ന ഒരു സംവിധാനം, അല്ലെങ്കിൽ എന്താണ് 5000 കുട്ടികൾ ഇപ്പോൾ ആ സ്കൂളിലുണ്ട്, 5000 കുട്ടികൾ 100 രൂപ വെച്ച് പേ ചെയ്യുന്ന ഒരു സംവിധാനം. ഇങ്ങനെ ഒരു പാരലൽ നമുക്ക് എന്തായിട്ടുണ്ടെന്ന് വെച്ചാൽ അതിന് അഫോർഡബിൾ ആക്കാൻ കഴിയുന്ന ഒരു സംവിധാനം കൊണ്ടുവരണം. അപ്പോൾ ഇത് അവർക്ക് മന്ത്ലി ചെറിയ പേയ്മെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം. ഇപ്പം 100 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 10 രൂപ പെർ മന്ത് 10 മാസം 10 രൂപ വെച്ച് ചെയ്താൽ മതി എന്നുള്ള സംവിധാനം. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ അവിടുത്തെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അത് ഉപയോഗിക്കുന്ന ആളുകൾ ഇവരെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്പ്ലിറ്റ് ചെയ്ത് പേയ്മെന്റ് കൊടുക്കാൻ പറ്റും. എന്നിട്ട് ഇതിനെ ഒരുപാട് NGOക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓക്കെ ഇത്ര കിട്ടിയാൽ ഇത് സസ്റ്റെയിൻ ചെയ്യുള്ളൂ, ഈ പ്രോജക്റ്റ് സസ്റ്റെയിൻ ചെയ്യാൻ ഇത്ര പേയ്മെന്റ് വേണം. അപ്പോൾ ഗവൺമെന്റ് ചിലപ്പോൾ ഗ്രാൻഡ് ആയിട്ട് കൊടുക്കും, NGOക്ക് അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും. പേ ചെയ്ത
ചെയ്ത് പഠിക്കാൻ കഴിയുന്നവർ പേ ചെയ്ത് പഠിക്കും. പക്ഷെ ഇത് ഹൈബ്രിഡ് ആയിട്ടില്ല എങ്കിൽ അഫോർഡ് ചെയ്യാൻ കഴിയില്ല. അതായത് 5 ലക്ഷം അല്ലെങ്കിൽ 1 ലക്ഷം 2 ലക്ഷം ഒക്കെ ഫീ വന്നു പറഞ്ഞാൽ ഇവർക്ക് പറ്റില്ല. ഒരു 1000 രൂപയ്ക്കാണ് മാക്സിമം ഒരു കുട്ടിയുടെ നിന്ന് ചാർജ് ചെയ്യേണ്ടത്. പിന്നെ ഇതിന് നമ്മൾ പറഞ്ഞൊരു സംവിധാനം, മാൻ പവറിന് നമുക്ക് കമ്പനികൾ ഏറ്റെടുത്താൽ പകരം എന്തായിട്ടുണ്ട്, ഈ മാൻ പവറിനെ വർക്ക് ചെയ്യുന്ന എമൗണ്ട് ഒരു പുതിയ സിസ്റ്റം കൊണ്ടുവരേണ്ടത്. അതായത് ഫീ പാരന്റിൽ നിന്ന് കിട്ടുന്ന ഫീക്ക് പകരം ഈ മാൻ പവർ വർക്ക് ചെയ്ത് പേ ചെയ്യുന്ന ഒരു സംവിധാനം. പക്ഷെ അവിടെ ഇപ്പൊ നമ്മൾ അവിടെ കുറെ പ്രശ്നം, ഇപ്പൊ ചൈൽഡ് ലേബർ കാര്യങ്ങളൊക്കെ 18 വയസ്സ് താഴെയുള്ളവരുടെയൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇതൊക്കെ ഒരു പോളിസി മേക്ക് ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കും. പക്ഷെ ഒരു കുട്ടി, വളരെ ചെറിയൊരു കുട്ടി, ഒരു 12 വയസ്സുള്ള കുട്ടിക്ക് ആ കുട്ടിയുടെ ഫീ മെയിൻറ്റെയിൻ ചെയ്യാൻ ആ കുട്ടിക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, സാധിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ചർച്ചകൾ തുടങ്ങുകയും ഇത് മറ്റു രാജ്യങ്ങളിലെ കുട്ടികളൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, അവർ പാരലി ഏൺ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഏൺ വൈൽ ലേൺ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് അല്ല, ഇതിന്റെ ഒരു കാര്യമേ, നിങ്ങൾ 2 യൂസ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് വേർഡ്, ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ അറിയേണ്ടത് 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് സ്കിൽ ഏതാ? നമുക്കെല്ലാം കുറെ സ്കിൽസ് കാണുമല്ലോ. ഇപ്പൊ ഇതെടുക്കുന്നവർക്ക് ക്യാമറ സ്കില്ലായിരിക്കും, വേറൊരാൾക്ക് എഡിറ്റിംഗ് ആയിരിക്കും, എനിക്ക് സംസാരിക്കാനായിരിക്കും, സഫിർജിക്ക് സിസ്റ്റം പ്രൊഡക്ഷൻ ആയിരിക്കും, ഡയാനയ്ക്ക് അവതരിപ്പിക്കാനായിരിക്കും. പക്ഷെ 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് സ്കിൽ ഈസ് ദി എബിലിറ്റി ടു അപ്സ്കിൽ, അപ്ഡേറ്റ് ആൻഡ് അപ്ഗ്രേഡ് ആണ്. ഇതാണ് 21st സെഞ്ചുറിയുടെ ഡിഫൈനിങ് സ്കിൽ. ഓരോ നൂറ്റാണ്ടിലും ഓരോ സ്കിൽസ് ആണ്. ഇപ്പം 16-17 നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാന സ്കിൽ കടലിലൂടെയുള്ള നാവിഗേഷനാണ്. അങ്ങനെയാണ് നമ്മുടെ വാസ്കോ ഡ ഗാമയൊക്കെ 15-16 സെഞ്ചുറിയിൽ ഇങ്ങോട്ട് വന്നത്. അപ്പൊ സീ ഫെയറിംഗ് എന്നാണ് എന്നെ വിളിക്കുന്നത്. കടലിലൂടെ യാത്ര ചെയ്യുന്നത് അതൊരു വലിയ സ്കില്ലാണ്. അങ്ങനെ അതിനു മുമ്പ് ഏറ്റവും പ്രധാന സ്കിൽസിലൊന്ന് ഈ വാൾപാറ്റ്, വാർഫെയർ എന്ന് പറയുന്ന സ്കില്ലാണ്. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും പിന്നീട് വെപ്പൺസ് ആയി, പിന്നീട് കമ്പ്യൂട്ടർ സ്കിൽസ് ആയി. ഇനി ഇതെല്ലാം മാറി ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്കിൽ എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ തന്നെ അപ്ഡേറ്റ് ചെയ്യണം, അപ്സ്കിൽ ചെയ്യണം, അപ്ഗ്രേഡ് ചെയ്യണം. ഏത് വാക്ക് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. അതാണ് നമ്മുടെ മൊബൈലിലെ സിസ്റ്റംസ് ഇടയ്ക്കിടയ്ക്ക് അപ്ഗ്രേഡ് ആകുന്നത്. ഇത് ഗവൺമെന്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് നഷ്ടമാണ്. ഞാൻ ഫിൻലാൻഡിൽ പോയപ്പോൾ നോക്കിയയിൽ പോയി. പക്ഷെ എനിക്ക് ഓർമ്മ ഉണ്ടെന്നല്ല, നോക്കിയ അന്നത്തെ ഏറ്റവും വലിയ ട്രെൻഡ് നോക്കിയ 3310 എന്നൊരു ഫോൺ. അയ്യോ, അതായിരുന്നു ഫൈനൽ. നോക്കിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ഫോണാണ്. മറ്റേ മൊബൈൽ നോക്കിയക്ക് എന്താ പറ്റിയത്? ബാക്കി എല്ലാവരും ടച്ച് സ്ക്രീനിന്റെ കാലത്തിലേക്ക് വന്നു, നോക്കിയ വന്നില്ല. ബാക്കി എല്ലാ ആൻഡ്രോയിഡ് അടക്കമുള്ള ആപ്പിന്റെ കാലത്തേക്ക് വന്നു, നോക്കിയ കാലത്തിൽ പോയി. നോക്കി ഇപ്പൊ എന്തായെന്ന് അറിയോ? ഞാൻ ഫിൻലാൻഡിൽ നോക്കിയുടെ ഓഫീസിലൊക്കെ പോയപ്പോൾ അവർ മറ്റേ ഈ മൊബൈൽ ടവർ പോലത്തെ ഇന്റർ കണക്ടിവിറ്റി സാധനങ്ങൾ വെച്ചാണ് ഇപ്പോൾ അവരുടെ പ്രധാന ബിസിനസ്. അവർ മൊബൈലിൽ നിന്ന് ഔട്ട് തന്നെ ആയിപ്പോയി. നോക്കിയ ഫീൽഡ് ഔട്ടായി. തിരിച്ചു വരെ ഇടയ്ക്ക് ശ്രമം നടത്തിയെങ്കിലും ഇല്ല. നോക്കിയയ്ക്ക് ശേഷമുള്ള ഏറ്റവും വലിയ വളർച്ചയായിരുന്നു ബ്ലാക്ക്ബെറി. അമേരിക്കൻ പ്രസിഡന്റ് ബ്ലാക്ക്ബെറി യൂസ് ചെയ്യുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ബ്ലാക്ക്ബെറി എന്നാണ് ഇമെയിൽ അയക്കുന്നതെന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഇന്നുകൊണ്ട് നല്ല വിലയായിരുന്നു. വളരെ ബുദ്ധിമുട്ടി കാശൊക്കെ ഒപ്പിച്ചാണ് ഞാൻ ബ്ലാക്ക്ബെറി മേടിച്ചത്. ബ്ലാക്ക്ബെറി നല്ലതാണ്, ഒരു പ്രശ്നമല്ല. പക്ഷേ ബ്ലാക്ക്ബെറിക്ക് ശേഷം ആപ്പിളിൻ്റെതായ രീതി, സാംസങ്ങിൻ്റെതായ രീതിയിൽ മുമ്പോട്ട് പോയി. ഓരോ കമ്പനിയും ഇന്ന് ആപ്പുകൾ കൂടുതൽ വന്നു. ആപ്പിഫൈഡ് ലോകമാണെന്ന്. ഇപ്പം ആപ്പിൻ്റെ ആക്സസ് കൂടുതലുണ്ടായി. എനിക്ക് മറ്റേ ഐഫോൺ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ചില ആൾക്കാർ പറയും ആപ്സ് അത്ര കമ്പാറ്റബിൾ അല്ല. കാലം ഇങ്ങനെ മാറും. നാളെ ആപ്പിളിനും സാംസങ്ങിനും വരെ വേറെ ഏതെങ്കിലും വരും. ഇവർ കണ്ടിന്യൂസ്ലി അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് മൊബൈൽ കമ്പനിയായ നോക്കിയ തകർന്നെങ്കിൽ നമ്മൾ തകരാതിരിക്കും. നോക്കിയയും ബ്ലാക്ക്ബെറിക്ക് പോലും പിടിച്ചിരിക്കാൻ പറ്റില്ല. അപ്പം നോക്കിയ എന്ന് പറഞ്ഞാൽ അപ്പോഴത്തെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ആണ്. അവർക്ക് എത്ര വേണമെങ്കിലും റിസർച്ചിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അവർക്ക് എത്ര വേണമെങ്കിലും അവരുടെ അപ്ഗ്രഡേഷൻ ഫ്യൂച്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷെ അവർ ചെയ്തില്ല. ബാക്കിയുള്ളവർ ആ മൂവ് നടത്തിയപ്പോൾ അവരത് തിരിച്ചറിഞ്ഞില്ല. ഈ കാര്യമാണ്. ഇതിനെ ചാൾസ് ഡാർവിൻ, കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും മഹാനായ ആൽബർട്ട് ഐൻസ്റ്റീനൊപ്പമുള്ള കഴിഞ്ഞ 2-3 നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാന ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം പ്രധാനമായിട്ട് ഈ സർവൈവൽ ഓഫ് ദി സ്പീഷീസ്, സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് തുടങ്ങിയ കാര്യങ്ങൾ കേട്ടുകയാണ്. അതിൽ അദ്ദേഹത്തിന്റെ യഥാർത്ഥ കോട്ടെന്ന് പറഞ്ഞാൽ, ലോകത്തിൽ ഏറ്റവും വേഗമുള്ളതോ ഏറ്റവും വലുതോ ഏറ്റവും ശക്തിയുള്ള സ്പീഷീസ് അല്ല സർവൈവ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഡിനോസർ സർവൈവ് ചെയ്യുമായിരുന്നു. നമ്മൾ മനുഷ്യന് വരില്ലായിരുന്നു, ഡിനോസർ സർവൈവ് ചെയ്യായിരുന്നു. പക്ഷേ those species survive which are the best, fastest and suitably adapted to change. മാറ്റത്തെ മനസ്സിലാക്കി, ലോകം മാറുന്നു, ടെക്നോളജി മാറുന്നു, സാഹചര്യങ്ങൾ മാറുന്നു. ഈ മാറ്റങ്ങളെ മനസ്സിലാക്കി ആർക്കും മാറാനും അഡാപ്റ്റ് ചെയ്യാനും ഇവോൾവ് ചെയ്യാനും കഴിയുന്നു, അവരാണ് നിൽക്കുന്നത്. ഇത് ചാൾസ് ഡാർവിൻ ആനിമൽ വേൾഡിനെ കുറിച്ച് പറയുന്നതാണ്. അത് ടെക്നോളജിയുടെ കാലത്തും കറക്റ്റാണ്. ഇല്ലെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റ് ആയി പോകും. ഞാൻ അടുത്ത പറയുമ്പോൾ ഉദാഹരണം ഏറ്റവും റെസ്പെക്ട്ഫുൾ ആണ്. പ്രത്യേകിച്ച് റിപ്പോർട്ടർ അടക്കമുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചാനൽ ഇരിക്കുന്നുണ്ട്. ഞാനൊരു ഒരാഴ്ച മുമ്പ് ദൂരദർശനിൽ പോയിരുന്നു. ഞങ്ങളൊക്കെ ദൂരദർശൻ കണ്ടു വളർന്നവരാണ്. ഇപ്പോഴത്തെ ആൾക്കാർക്ക് അത് അങ്ങനത്തെ ഒരു ജനറേഷൻ മനസ്സിലാവുന്ന പോലും അറിയില്ല. വ്യാഴാഴ്ച 7:30 ചിത്രഹാർ, ഞായറാഴ്ച രാവിലെ ഒരു സുരഭി,
വെള്ളിയാഴ്ചയായിരുന്നു തോന്നുന്നു ചിത്രഗീതം രാത്രി 8 മണിക്ക്. ഇത് കണ്ട് ന്യൂസ് 7-7:30. കാര്യം അന്ന് നമ്മുടെ ഗവൺമെന്റ് വിശ്വസിച്ച് ഒരു 9 വരെ അവൻ കിടക്കണം. ന്യൂസ് ഒക്കെ കണ്ട് ഇത് കാണാൻ എനിക്കെന്നും ഓർമ്മയാണ്. അമ്മയോടൊക്കെ ഫൈറ്റ് ആണ്, മോനെ നീ ഇപ്പം എന്താ ഹോംവർക്ക് ചെയ്യുകയാണെങ്കിൽ നിനക്ക് ചിത്രഗീതം 3 ദിവസം കഴിഞ്ഞുള്ള ചിത്രഗീതം കാണാനുള്ള പെർമിഷൻ തരാം. വിത്ത് ഡ്യൂ റെസ്പെക്ട്, നമ്മുടെ ദൂരദർശനിലടക്കമുള്ള ആൾക്കാർ ഈ മോഡേൺ കാലത്തിലേക്ക് ആ രീതി ഇവോൾവ് ചെയ്തോ എന്ന് എനിക്ക് സംശയമാണ്. അത് മാറണം. അത് നമ്മുടെ ദൂരദർശനം അടക്കമുള്ള ഇപ്പോഴും ഏറ്റവും നല്ല ഇൻഫ്രാസ്ട്രക്ചറിലൊന്ന് അവർക്കാണുള്ളത്. ഇപ്പോഴും വലിയ സ്റ്റുഡിയോസ് ആണ്, ഒരുപാട് ക്യാമറാസ് ആണ്. പക്ഷെ ന്യൂ ഏജ് ചാനൽസ് വന്നപ്പോൾ എന്ത് പറ്റി? ആ സ്പീഡിനോട് കടപിടിക്കുന്നില്ല. ഒരുപക്ഷെ നമ്മൾ എല്ലാ ചാനൽസിനെക്കാട്ടിയും കൂടുതൽ കോണ്ടന്റ് റിച്ച് ആയ അറിവുള്ള നല്ല ഇതൊക്കെയുള്ള ആൾക്കാർ ദൂരദർശനിലുണ്ടാവും. പക്ഷേ വേണ്ട രീതിയിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ ആധുനിക കാലത്തെ റിപ്പോർട്ടറോടോ അല്ലെങ്കിൽ ദേശീയ ചാനലുകളോടോ കിടപിടിക്കുന്ന രീതിയിൽ പറയാൻ കേട്ടായിരുന്നത്? അവരെ അപ്ഗ്രേഡ് ചെയ്തില്ല, അവരെ അപ്ഡേറ്റ് ചെയ്തില്ല എന്നുള്ള പ്രശ്നമാണ്. ഈ അപ്ഡേഷനും അപ്ഗ്രേഡേഷനും ഇല്ലെങ്കിൽ ദൂരദർശൻ പോലെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായ ഒരു കാര്യത്തിന് പോലും പിന്നോട്ട് ഇപ്പോൾ എത്ര കാലമായി കാണും ചിലെങ്കിലും ദൂരദർശൻ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് സംശയമാണ്. ഞാൻ ദൂരദർശനെ റെസ്പെക്ടോട് കൂടിയാ പറയണേ, യാതൊരു ഡിജിറ്റൽ കാര്യം നമ്മളെല്ലാം നമ്മുടെ നൊസ്റ്റാൾജിയുടെ ഭാഗമാണ്. ഞാൻ എല്ലാ ആഴ്ചയും ഞായറാഴ്ച 1 മണിക്ക്, ഞായറാഴ്ച രാവിലെ ഒരു സിനിമയുണ്ട്, അന്ന് രാമായണം ഭയങ്കര പോപ്പുലറാണ്. ഇതെല്ലാം കാണാൻ കാര്യമായിട്ടിരിക്കും. കാര്യം അത് മിസ് ചെയ്താൽ ഒരാഴ്ചത്തെ സിനിമ മിസ് ചെയ്തു. സാജൻ എന്ന് പറയുന്ന ഒരു പഴയ സിനിമയുണ്ട്, നമ്മുടെ സൽമാൻ ഖാനും സഞ്ജയ്, ഞാനത് ഇന്നും ഓർമ്മയുണ്ട്, രാവിലെ ദൂരദർശനിൽ നിന്നാണ് കണ്ടത്. അത് മിസ് ചെയ്താൽ ഒരാഴ്ചത്തെ സിനിമ പോയി. പക്ഷേ ഇന്ന് മാറാത്തത് ഈ കാലഘട്ടം ഡിജിറ്റൽ വേൾഡിന്റെ പേസിലേക്ക് ഇത് അഡാപ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നോക്കിയയ്ക്കും ദൂരദർശൻ അല്ലെങ്കിൽ അവരെ ആ വേണ്ട രീതിയിൽ ലേണിംഗ് ഇംപ്ലിമെന്റ് ചെയ്യാത്ത പോലെ നമ്മുടെ ലൈഫിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യില്ലെങ്കിൽ വി വിൽ ബി ടെക്നോളജി ഡിനോസേഴ്സ്. നമ്മൾ ഈ ടെക്നോളജിയുടെ കാലത്തെ ഡിനോസറുകളായി മാറിപ്പോവും. മനുഷ്യൻ ഡിനോസറേക്കാൾ ശക്തമാകുന്നത് മനുഷ്യൻ ഡിനോസറിന്റെ സൈസ് ഉള്ളതുകൊണ്ടല്ല, പക്ഷേ വി ഹാവ് ദി ടെക്നോളജി ഈവൻ റീക്രിയേറ്റഡ് ഡിനോസർ, ഈവൻ കൺട്രോൾഡ് ഡിനോസർ. അപ്പോൾ ഈ ടെക്നോളജിയുടെ വളർച്ച വേണ്ട രീതിയിൽ പ്രത്യേകിച്ച് ടാലന്റ് റോപ്പ് ചെയ്യുന്നതിൽ ഏറ്റവും എനിക്ക് ആ വാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഈ വാക്കുകൾ നോക്കുന്ന ആളാണ്. ടാലന്റ് റോപ്പ്. ഈ വ്യത്യസ്ത ടാലന്റുകളെ നമ്മൾ റോപ്പ് ചെയ്യുന്നത്. നമ്മുടെ ഇന്ത്യയുടെ സ്ട്രെങ്ത് എന്താ? ഹ്യൂമൻ റിസോഴ്സ് ആണ് നമ്മുടെ സ്ട്രെങ്ത്. നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് ആണ് നമ്മുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത്. വിജയ് ഒരു തമിഴ് സിനിമയെ പറയുന്ന പോലെ മക്കൾ, അതായത് ജനങ്ങൾ ആണ് നമ്മുടെ സ്ട്രെങ്ത്. ഇവരിൽ ഒരുപാട് ടാലന്റ് ഉള്ളവർ കാണും. ചിലർ ക്രിക്കറ്റ് കളിക്കും, ചിലർ നേതാവാവും, ചിലർ സംസാരിക്കും, ചിലർ പാട്ട് എഴുതും, ചിലർ നല്ല എഡിറ്റർ ആവും, ചിലർ അവതാരകരാകും, ചിലർ ഓൺട്രപ്രണേഴ്സ് ആകും. ഈ ഹ്യൂമൻ റിസോഴ്സിനെ നമ്മൾ നല്ല രീതിയിൽ മൊബിലൈസ് ചെയ്ത് ട്രെയിൻ ചെയ്താൽ, കൃത്യം എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു 30-40 അല്ലെങ്കിൽ 50 വർഷം മുമ്പ് ഈ പേർഷ്യ, അന്നത്തെ പേർഷ്യ എന്നാണ് വിളിക്കുന്നത്, ഇന്നത്തെ ഗൾഫ് രാജ്യങ്ങളിൽ നല്ലൊരു ശതമാനം മലയാളികളും ഇന്ത്യക്കാരുമാണ്. അവിടെ ചെന്നാൽ മലയാളം അറിഞ്ഞാൽ മതി. അവിടെ ഏറ്റവും കൂടുതൽ മലയാളി എഫ്എംസ് ഒക്കെയാണ് ഏറ്റവും കൂടുതൽ. എന്തുകൊണ്ടാണ്? ആ ജനതയെ നമ്മളാണ് ഏറ്റവും അവരുടെ ലേബർ മാർക്കറ്റിനെ, എംപ്ലോയ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ന് ജർമ്മനിയോ UK-യിലോ ഒക്കെ നോക്കിയാൽ അവരുടെ ഹെൽത്ത് സെക്ടർ, നേഴ്സ് അടക്കമുള്ള പല രംഗങ്ങളിലും നമ്മുടെ ആൾക്കാരാണ് നിൽക്കുന്നത്. നമ്മുടെ ഈ ഹ്യൂമൻ റിസോഴ്സ് ലോകത്തെ ഒന്നിപ്പിക്കുന്നതിനും ലോകത്തിനെ ഒരു ബ്രിഡ്ജായി പോകുന്നതിനുള്ള ഏറ്റവും വലിയ സ്പേസാണ്. ഇന്ത്യയുടെ ശക്തി ഈ ഹ്യൂമൻ റിസോഴ്സ് ആണ്. പക്ഷേ നമ്മുടെ ഏരിയ ഓഫ് ഇംപ്രൂവ്മെന്റ് ഈ ഹ്യൂമൻ റിസോഴ്സിനെ ട്രെയിൻ ചെയ്യണം, ഈ ഹ്യൂമൻ റിസോഴ്സിനെ മെന്റർ ചെയ്യണം, ഇവരെ ഹാൻഡ് ഹോൾഡ് ചെയ്ത് ഇവരുടെ പൊട്ടൻഷ്യലിലേക്ക് എത്തിക്കണം. അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വി ആർ ലുക്കിംഗ് ഫോർ എ ഡിസാസ്റ്റർ. അത് ചെയ്താൽ ഇന്ന് മിഡിൽ ഈസ്റ്റിനെ കേരളം അല്ലെങ്കിൽ മലയാളികൾ എംപവർ ചെയ്യുന്നത് പോലെ വേൾഡിനെ ഇന്ത്യക്കാർ എംപവർ ചെയ്യും. കാര്യം ഈ ഡെമോഗ്രഫിക് ഡിവിഡൻ, വി ആർ വൺ ഓഫ് ദി യങ്ങസ്റ്റ് നേഷൻ. ടെക്നിക്കലി സ്പീക്കിംഗ് ആഫ്രിക്കയാണ് യങ്ങസ്റ്റ്, പക്ഷേ വൺ ഓഫ് ദി യങ്ങസ്റ്റ് നേഷൻസ് ഇന്ത്യയാണ്. ഈ ഇന്ത്യ ആയിരിക്കും അടുത്തൊരു 25-30 ഇയേഴ്സ് വേൾഡിനെ എല്ലാ രീതിയിലും ഒരു വിശ്വബന്ധു, വേൾഡിന്റെ ഫ്രണ്ടായി നിന്നുകൊണ്ട് നമുക്കും ലോകത്തിനും നന്മയുണ്ടാക്കുക. അപ്പോൾ കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് അല്ലെങ്കിൽ കാലം ഡിമാൻഡ് ചെയ്യുന്ന, ലോകം ഡിമാൻഡ് ചെയ്യുന്ന, പ്രത്യേകിച്ചും എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ അപ്ഡേഷൻസ് കൊണ്ടുവരാൻ, ഈവൻ സാധാരണക്കാർ നമ്മുടെ ജീവിതത്തിൽ വരെ വരുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ച് വളരെ ഒത്തൻറ്റിക് ആയിട്ടും വളരെ രസകരമായിട്ടും ഇരുവരും സംസാരിച്ചു. താങ്ക് യു സോ മച്ച് ബോത്ത് ഓഫ് യു ഫോർ ജോയിനിങ് ഇൻ ദിസ് സെഷൻ. താങ്ക് യു. This is Reporter News Network.